ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പം എല്ലാവർക്കും MBBS വേണം, സീറ്റ് വേണം, അതിന് കാർഡിയോളജിസ്റ്റ് ആവണം, സർജൻ ആവണം. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയറും ആക്ച്വലി എത്ര സാലറി കിട്ടും, ഈ കോഴ്സ് എത്ര പുറത്താണെന്ന് പലർക്കും അറിയില്ല. അപ്പം ഈ നീറ്റിൻ്റെ സമയത്ത് നീറ്റ് കഴിഞ്ഞു, എന്നാലും ഇത് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഹൗ ടു ബിക്കം എ ഡോക്ടർ, അതിൻ്റെ പ്രൊസീജിയേഴ്സും പിന്നെ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറിയാണ്. ഇന്നത്തെ വീഡിയോ ഹൗ ടു ബിക്കം എ ഡോക്ടർ ആൻഡ് ഈ പ്രൊസീജിയറിൽ ഓരോ ഫുൾ പ്രൊസീജിയറും പിന്നെ ഓരോ സ്റ്റേജിൽ കിട്ടാൻ പോകുന്ന സാലറിയാണ്. അപ്പോൾ നിങ്ങൾ +1 +2 10th കഴിഞ്ഞു, +1 +2 ബയോളജി എടുത്തിട്ട് നീറ്റ് UG എഴുതി, അതിന് ചിലപ്പം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും, അല്ലെങ്കിൽ ചിലവർക്ക് 1 ഇയർ എടുക്കണം, ചിലവർക്ക് 2 ഇയർ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് 2 to 3 months കഴിയുമ്പോൾ ഒരു MBBS സീറ്റ് കിട്ടും. MBBS സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 5.5 years ആണ്. 5.5 years ആകുമ്പോൾ 4.5 years പ്ലസ് ഹാഫ് ഇയർ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, സെക്കൻഡ് ഇയറിൽ മൈക്രോബയോളജി, ഫാർമക്കോളജി, ആൻഡ് പാത്തോളജി. തേർഡ് ഇയറിൽ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഫോറൻസിക്. ഫോർത്ത് ഇയറിൽ പീഡിയാട്രിക്സ്, സർജറി, മെഡിസിൻ ആൻഡ് ഗൈനക്കോളജി. ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണുള്ളത്. ഇതിൽ ഓർത്തോ ഉണ്ടാവും ഫോർത്ത് ഇയറിൽ സർജറീൻ്റെ ഒരു പാർട്ടായിട്ട്. അങ്ങനെ ഈ 4 സബ്ജക്ട്സും പ്രാക്ടിക്കലും തിയറിയും പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു 6 months ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു 6 months ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ 18K to 40K ആണ്. 18K മിനിമം ടു 40K ആണ് സാലറി. ഇതിൽ 18K എന്ന് പറയും. ഇവിടെ കേരളയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ 25K ആണ് സാലറി. അപ്പോൾ ഈ 5.5 years കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര സാലറിയാണ് കിട്ടുന്നത്. ഇനി MBBS പഠിക്കാനുള്ള കാശ് എന്ന് പറയുമ്പം ഗവൺമെൻറ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൽ ചേരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഇയറിൽ 25,000 അല്ലെങ്കിൽ ഒരു ഇയറിൽ അത്ര ഹോസ്റ്റൽ ഫീ ഒക്കെ കൂട്ടിയിട്ട് അത്രേ വരൂ. പ്രൈവറ്റിലാകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8-9 lakhs വരും. അത് കഴിഞ്ഞിട്ട് MBBS കഴിഞ്ഞാൽ അടുത്തത് ഒന്നില്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സിൽ നമുക്ക് PG ചെയ്തിട്ട് ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതിനൊരു 70 to 1K ആണ് സാലറി വരുന്നത്. അല്ല, ഒരു മെഡിക്കൽ ഓഫീസർ ആകുമ്പോൾ ഒരു 70 to 1K ആണ് സാലറി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നോൺ ക്ലിനിക്കലിൽ നമുക്ക് ടീച്ചർ ആവാം, അല്ലെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നീറ്റ് PG. അതല്ലെങ്കിൽ നമുക്ക് നീറ്റ് PG എഴുതാം. നീറ്റ് PG എഴുതി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൗൺസിലിങ്ങും കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നീറ്റ് PG കഴിഞ്ഞ് അതിൻ്റെ കൗൺസിലിംഗ് കഴിയുമ്പോൾ ഒരു 3 year നമ്മൾ സ്പെഷ്യാലിറ്റി ചെയ്യും, MD. അതിൽ MD അല്ലെങ്കിൽ MS ചെയ്യാം. MD എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഡെർമറ്റോളജി, റേഡിയോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ് ഇതൊക്കെ MD ആണ്. ഇത് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ 3 years ഉണ്ട്. MS ചെയ്യുമ്പോൾ സർജറി അല്ലെങ്കിൽ ഗൈനക്ക് അതൊക്കെ MS ആണ്. അതിനും 3 years ആണ്. ഇതിൻ്റെ ഒരു സ്റ്റൈപ്പൻഡ്, നമ്മളൊരു ജൂനിയർ റെസിഡൻ്റ് ആവുമല്ലോ, റെസിഡൻറ്റിൻ്റെ സ്റ്റൈപ്പൻഡാണ് 40K to 90K. 40-90K ആണ് ഇന്ത്യയിലെ റെസിഡൻറ്റിൻ്റെ സ്റ്റൈപ്പൻഡ്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് സാലറി കിട്ടുന്നത് 1.5 to 2 lakh ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിനോ അല്ലെങ്കിൽ സർജറിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യാം. സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മെഡിസിനിലാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആവാം, ന്യൂറോളജിസ്റ്റ് ആവാം. MS ആണെങ്കിൽ കാർഡിയോ സർജൻ ആവാം, ന്യൂറോ സർജൻ ആവാം. അതിനും ഫെർദർ 3 to 3 years വരും. അത് എഴുതി കിട്ടണമെങ്കിൽ നീറ്റ് SS നമ്മൾ എഴുതണം. അപ്പോൾ അതിനും നമുക്കൊരു ഒരു സ്റ്റൈപ്പൻഡ് കിട്ടും. അത് കഴിഞ്ഞ് ഇത് രണ്ടും ചെയ്താലുള്ള സാലറി ഒരു 3 to 4 lakhs ഒരു മന്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഫെലോഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MBBSൽ ഒരു 15 years മൊത്തം നമുക്ക് ചെയ്താലേ അത്യാവശ്യം ഒരു സാലറി കിട്ടും. അപ്പോൾ ഇതാണ് MBBSൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇങ്ങനെ പഠിച്ചിട്ടാണ് ആക്ച്വലി ഓരോ ഡോക്ടറും നിങ്ങൾ ഈ കാണുന്ന ഒത്തിരി നീണ്ട ബോർഡ് MBBS അത് മറ്റേത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ ആക്ച്വലി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ശരി, ബൈ.